പശ്ചിമ ബംഗാളിൽ അമിത്ഷായുടെ നീക്കമാണ് നടത്തുന്നത്. അത് നിസ്സാരമായ ഒരു നീക്കമല്ല, വളരെ നിർണായകമായ നീക്കം. അത് ഇലക്ഷൻ സുതാര്യമായിട്ട് നടത്തുക മാത്രമല്ല എന്നുള്ളതാണ് പ്രധാനമായിട്ടും അറിയാൻ കഴിയുന്നത്. എന്താണ് സാർ അമിത്ഷാ അവിടെ ലക്ഷ്യം വെച്ചിരിക്കുന്നത്? ഈ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ഏതാണ്ട് 15 ദിവസത്തിലധികം അമിത്ഷാ ബംഗാളിലാണ് ചെലവഴിച്ചത്. ഇത് തെരഞ്ഞെടുപ്പ് പ്രചരണം മാത്രമല്ല, ബംഗാളിലെ സ്ഥിതി വളരെ വളരെ മോശമായിട്ടുണ്ട്. ഇപ്പം നമ്മൾ പേപ്പർ എടുത്ത് നോക്കുകയാണെങ്കിൽ, അതുപോലെ ടെലിവിഷൻ ചാനലുകൾ നോക്കുകയാണെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കും. ബംഗാളിലെ ക്രമസമാധാന നില പാടെ തകർന്നുപോയി. അതെ. ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇത്രയും വലിയ ഒരു റീവാമ്പിങ് അഡ്മിനിസ്ട്രേഷനിൽ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് ഗവൺമെൻറ് ബ്യൂറോക്രസിയിലെ ഒരു വലിയ റീവാമ്പിങ് ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇതുപോലെ നടന്നിട്ടില്ല. ഏതാണ്ട് 165 മുതിർന്ന ഉദ്യോഗസ്ഥന്മാരെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്ഥലം മാറ്റി നിയമിച്ചത്. അതിൽ ചീഫ് സെക്രട്ടറി, അഡീഷണൽ സെക്രട്ടറി, ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ്, DGP ലോ ആൻഡ് ഓർഡർ, DGP ഇൻ്റലിജൻസ്, കൽക്കത്ത സിറ്റി പോലീസ് കമ്മീഷണർ തൊട്ട് അങ്ങേയറ്റം പോലീസ് സൂപ്രണ്ടുമാർ തൊട്ട് DYSPമാർ വരെ ഉൾപ്പെടുന്നു ഈ തെരഞ്ഞെടുപ്പ് നീതിപൂർവമായി നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് അവർ മാറ്റി നിയമിച്ചത്. അതിൽ നിന്ന് തന്നെ ഒരു കാര്യം വ്യക്തമാണ്: സാധാരണക്കാരൻ്റെ ജീവന് അവിടെ യാതൊരു വിലയില്ല. ഗവൺമെൻറ്റിൻ്റെ ഒരുമാതിരി സ്പോൺസേഡ് ഗുണ്ടായിസമാണ് അവിടെ നടക്കുന്നത്. ഓരോ പ്രദേശത്ത് ഓരോ ഗുണ്ടകളെ പാർട്ടിയുടെ നേതാവായിട്ട് നിയമിച്ചിരിക്കും. അവർ ആണ് ഇപ്പോൾ സന്ദേശ് ഖലി എന്നൊക്കെ പറയുന്ന സ്ഥലത്ത് ഒരു മന്ത്രിയുടെ നേതൃത്വത്തിലാണ് വനിതകളെ മാനഭംഗപ്പെടുത്തുകയും ഉപദ്രവിക്കുകയും കൊല്ലുകയൊക്കെ ചെയ്തത്. എന്നിട്ടും ഒരു കേസെടുക്കാനായിട്ട് ഗവൺമെൻറ്റിന് ധൈര്യമുണ്ടായില്ല. പിന്നെ പ്രിയൻ വേറൊരു കാര്യം അറിയില്ലേ? ഈ ഐപാക് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ഓഫീസ് റെയ്ഡ് ചെയ്യാനായിട്ടോ പരിശോധിക്കാനായിട്ടോ ചെന്ന എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് സംഘത്തെ മുഖ്യമന്ത്രി അവിടെ പോയി നേരിട്ട് തടഞ്ഞു വയ്ക്കുകയൊക്കെ ചെയ്തു. ഇന്ത്യയുടെ ചരിത്രത്തിൽ ഉണ്ടാവാത്ത കാര്യമാണ്. എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിന് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും ആരെ വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും പരിശോധിക്കാം. അതിന് ആർക്കും തടസ്സപ്പെടുത്താൻ പറ്റില്ല. ഈ സ്ത്രീ മമതാ ബാനർജി മാനസിക സമനില തെറ്റിയ പോലെയാണ് പെരുമാറുന്നത് മുഴുവനും. അതുമാത്രമല്ല, ഈ SIR തയ്യാറാക്കിയപ്പോൾ അതിൽ 90 ലക്ഷത്തിലധികം പേരുടെ വിവരങ്ങൾ അവർക്ക് ഡിലീറ്റ് ചെയ്യേണ്ടി വന്നു. കാരണം അങ്ങനെയുള്ള ആൾക്കാരില്ല അവിടെ. ബംഗ്ലാദേശിൽ നിന്നും അനധികൃതമായിട്ട് കുടിയേറി പാർത്തവരെ മുഴുവൻ വോട്ടേഴ്സ് ലിസ്റ്റിൽ പെടുത്തിയിട്ട് അവരുടെ വോട്ട് കൊണ്ടാണ് മമതാ ബാനർജി കഴിഞ്ഞ 3 ടേംസിൽ ജയിച്ചത്. അതിനു മുമ്പേ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പശ്ചിമ ബംഗാളിൽ മാർക്സിസ്റ്റ് പാർട്ടിയാണ് 33 വർഷം കൊണ്ട് അവിടെ മുഴുവൻ മറ്റൊരു മിനി ബംഗ്ലാദേശാക്കി മാറ്റിയത്. സാധാരണക്കാരൻ്റെ ജീവനും സ്വത്തിനും ഒരു വിലയില്ല. ഇത് ബംഗാളിലെ മാത്രം സ്ഥിതിയല്ല. തൊട്ടടുത്ത സംസ്ഥാനമായ ആസാം, അവിടെ ഈ പറഞ്ഞ പോലെ മുസ്ലിം ജനങ്ങൾ കണ്ടവാനും പേര് ഈ ബംഗ്ലാദേശിൽ നിന്ന് കുടിയേറി പാർത്തിട്ടുണ്ട്. ദെൻ ഉത്തര കിഴക്കൻ ഭാരതത്തിലെ നോർത്ത് ഈസ്റ്റ് ഇന്ത്യയിൽ മറ്റ് സംസ്ഥാനങ്ങളായ ഇപ്പോൾ പറയുന്ന 7 സിസ്റ്റേഴ്സ് ഓഫ് ബ്രഹ്മപുത്ര എന്നാണ് പണ്ട് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോൾ 8 സിസ്റ്റേഴ്സ് ആക്കിയത് നരേന്ദ്രമോദി അധികാരത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ. അവർ ഈ വംശീയ കലാപത്തിന് വളരെ പണ്ട് തൊട്ടേ 947 സ്വാതന്ത്ര്യം കിട്ടിയ അന്ന് തൊട്ട് വംശീയ കലാപത്തിന് പേരുകേട്ട സ്ഥലമാണ് ഈ നോർത്ത് ഈസ്റ്റ്. അവിടെയും ഇതേപോലെയുള്ള പല പ്രശ്നങ്ങളും ഉണ്ടാക്കി എന്നിട്ട് കേന്ദ്ര ഗവൺമെൻറ്റിനെ പഴിചാരിയാണ് ഇപ്പോൾ അവർ ചെയ്യണം. ഇത് നമ്മൾ 2014 ശേഷമാണ് കണ്ടത്. അതിനു മുമ്പ് നാഗാലാൻഡിലേക്ക് എന്താ നടന്നിരുന്നത്? നാഗാലാൻഡ് ഒരു പ്രത്യേക രാജ്യമാണെന്ന് വരെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇപ്പം മിസോറാമിലെ മുഖ്യമന്ത്രി അമേരിക്കയിൽ പോയിട്ട് പറഞ്ഞു, ഞങ്ങളൊരു ക്രിസ്ത്യൻ റിപ്പബ്ലിക്കാണ്, നിങ്ങൾക്കിവിടെ ഇന്ത്യക്കാർക്കൊന്നും ഇവിടെ യാതൊരു വിലയില്ല, ഇവിടെ വരേണ്ട ഒരു ആവശ്യമില്ല എന്നാണ് പറഞ്ഞത്. നമ്മുടെ ഇവിടെ കുമ്മനം രാജശേഖരൻ മിസോറാം ഗവർണറായിട്ട് പോയപ്പോൾ അവിടുത്തെ ക്രിസ്ത്യൻ സംഘടനകളൊക്കെ പ്രതിഷേധിച്ചു. ഹിന്ദു ആയിട്ടുള്ള കുമ്മനം രാജശേഖരനെ ഇവിടെ കൊണ്ടുവരാൻ പറ്റൂല എന്ന് പറഞ്ഞിട്ട്. എന്താ ക്രിസ്ത്യനെ തന്നെ അപ്പോയിൻ്റ് ചെയ്യണം? ഇതെന്താ സൗദി അറേബ്യയിൽ അങ്ങനെയാണ്. ഇന്ത്യയിൽ നിന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാജ്യത്തു നിന്നോ അംബാസിഡറെ അപ്പോയിൻ്റ് ചെയ്യണമെങ്കിൽ അവർ മുസ്ലിം ആയിരിക്കണം.
മക്ക എന്ന് പറഞ്ഞ ഹോളി സിറ്റിയിലേക്ക് മുസ്ലിങ്ങൾക്ക് മാത്രമേ പ്രവേശനമുള്ളൂ, നോൺ മുസ്ലിംസിന് പ്രവേശനമില്ല. ആ സ്ഥിതി ഇന്ത്യയിലും വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അത് ഇവരുടെ ഈ മമതാ ബാനർജിയുടെ ഭരണത്തിന് കീഴിലാണ് ഇത് ഫ്ലറിഷ് ചെയ്തത്. ഇപ്പോൾ ഒരാൾ അവിടെ വന്ന് അയക്ക് വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർത്തുക എന്ന് പറയുന്ന ഒരു ബുദ്ധിമുട്ടുമില്ലാത്ത കാര്യമാണ്. അവിടെ നിന്ന് ഇഷ്യൂ ചെയ്തിട്ടുള്ള ആധാർ കാർഡുകൾ, അതല്ലെങ്കിൽ വോട്ടേഴ്സ് ഐഡൻറ്റിറ്റി കാർഡുകൾ എല്ലാം ഡ്യൂപ്ലിക്കേറ്റ് കാർഡുകളാണ്. അത് ഈ കേരളത്തിൽ തന്നെ എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂരൊക്കെ പലർക്കും അവരുടെ കയ്യിലുള്ള കാർഡ് മുഴുവനും വ്യാജ കാർഡുകളാണ്, ഡ്യൂപ്ലിക്കേറ്റ് കാർഡുകളാണ് അവരുടെ. ഇത് 500 റുപ്യ കൊടുത്താൽ ബംഗാളിൽ ആധാർ കാർഡും റേഷൻ കാർഡും കിട്ടും. അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇന്ത്യയിൽ നമുക്ക് എവിടെ വേണമെങ്കിലും പോകാമല്ലോ. പേര് പിന്നെ ആ സംസ്ഥാനത്തിലേക്ക് മാറ്റിവെച്ചാൽ മതി. ആ സ്ഥിതിയാണ് നോർത്ത് ഈസ്റ്റിൽ നടക്കുന്നത്. ദെൻ അതുപോലെ തന്നെ ആസാമിൽ ഞാൻ ഒരിക്കൽ പറയേണ്ടായി പ്രജിതയുടെ അടുത്ത്, ഈ ഫക്രുദ്ദീൻ അലി അഹമ്മദ് എന്ന് പറഞ്ഞൊരു രാഷ്ട്രപതി ഉണ്ടായിരുന്നു നമുക്ക്. അയാൾ മുൻപ് കേന്ദ്ര ഭക്ഷ്യകാര്യ മന്ത്രിയൊക്കെയായിരുന്നു, കേന്ദ്ര ക്യാബിനറ്റിലെ മന്ത്രിയൊക്കെയായിരുന്നു. ആസാംകാരനാണ്. എല്ലാ അർത്ഥത്തിലും അയാൾ ഒരു ആസാമിയാണ്. ആസാമി എന്ന് പറഞ്ഞാൽ അറിയില്ലേ, നമ്മൾ സൂത്രകാരൻ കൗശലക്കാരനൊക്കെ ആയിട്ടുള്ള വിളിക്കുന്ന ആസാമി എന്നാണ് വിളിക്കുന്നത്. ഇയാൾ ആസാമിൽ ജനിച്ച ഒരു ആസാമിയാണ്. ഇയാൾ എന്താ ചെയ്തതെന്നറിയാമോ? ഇയാൾ കേന്ദ്രത്തിൽ കോൺഗ്രസ് ഭരിച്ചിരുന്ന സമയത്ത് ഇയാൾ ആസാമിൽ അയാൾക്കുള്ള സ്വാധീനം ഉപയോഗിച്ച് കിഴക്കൻ പാകിസ്ഥാനിൽ നിന്നും തുടർന്ന് 71 രൂപീകൃതമായ ബംഗ്ലാദേശിൽ നിന്നും ഇഷ്ടംപോലെ പതിനായിരക്കണക്കിന് മുസ്ലിംസിനെ ആസാമിൽ കൊണ്ടുവന്ന് താമസിപ്പിച്ചു. ആസാം ഒരു മുസ്ലിം മജോറിറ്റി സ്റ്റേറ്റ് ആക്കുക എന്നായിരുന്നു ഫക്രുദ്ദീൻ അലി അഹമ്മദിൻ്റെ ആഗ്രഹം. കാരണം അയാൾക്കൊരു മുസ്ലിം സ്റ്റേറ്റായിട്ട് അത് മാറിക്കഴിഞ്ഞാൽ വേണ്ടി വന്നാൽ അയാൾക്കൊരു പ്രത്യേക രാജ്യം തന്നെ ചോദിക്കാൻ പറ്റുമായിരുന്നു. പക്ഷേ ദൈവം എന്തോ മറ്റേ ഇന്ദിരാഗാന്ധി ദൈവം ഒരു വേറൊരു രീതിയിൽ അവിടെ അവതരിച്ചു. ഫക്രുദ്ദീൻ അലി അഹമ്മദിനെ ഇന്ത്യൻ പ്രസിഡൻ്റായിട്ട് നിയമിച്ചു. ഇന്ത്യൻ പ്രസിഡൻ്റായിട്ട് നിയമിച്ചതുകൊണ്ട് തന്നെ 2 വർഷത്തിനുള്ളിൽ അദ്ദേഹത്തെ ദൈവം തിരിച്ചു വിളിച്ചു, മയ്യത്തായി, അതുകൊണ്ട് കുഴിച്ചിട്ടു. പിന്നെ ആ ശല്യം അങ്ങനെ ഒഴിഞ്ഞു കിട്ടി. അതല്ലെങ്കിൽ പണ്ടേ ഇന്നിപ്പോൾ ആസാമിൽ പ്രിയൻ, ആസാമിൽ ഇന്ത്യക്കാരുടെ എണ്ണം കുറഞ്ഞു വരികയാണ്. അവിടെ മുഴുവൻ ബംഗ്ലാദേശിലെ മുസ്ലിംസാണ്. അവരാണ് അവിടെ മിയാൻ എന്ന് പറയുന്ന പേര് കേൾക്കുമ്പോൾ അവന്മാർക്ക് കല്ല് കളയണം. അതുകൊണ്ടാണ് മിയാൻ എന്ന് പറയുന്നത് ചീത്ത വേടൊന്നുമല്ല, നല്ല വേട. പക്ഷേ അവിടെ മിയാൻ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ അവർക്ക് ദേഷ്യം വരും. പിന്നെ ബംഗ്ലാദേശിൽ നിന്ന് വന്ന് കുടിയേറി പാർത്ത ആൾക്കാരെയാണ് മിയാൻ എന്ന് വിളിക്കുന്നത്. ഇത് തന്നെ ബംഗാളിലുള്ളത്. അപ്പോൾ അവിടെ ഈ ഇലക്ഷനിൽ ജയിക്കുക എന്നുള്ളതിനേക്കാൾ ഉപരി അമിത്ഷായും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും വിഷ്വലൈസ് ചെയ്യുന്നത് ബംഗാൾ ഇന്ന് ഇന്ത്യയുടെ ഭാഗമായിട്ട് അവശേഷിക്കണം, നിലനിൽക്കണം എന്നാണ്. അതിനു വേണ്ടിയിട്ടാണ് അവർ വളരെ ശക്തമായ നടപടികൾ കൈക്കൊണ്ടിരിക്കുന്നത്. ബംഗാൾ അതല്ലെങ്കിൽ ഇനിയൊരു തവണ കൂടി മമതാ ബാനർജി വന്നാൽ നമുക്ക് ബംഗാളിന് എന്നത്തേക്കായിട്ട് നഷ്ടപ്പെട്ടു പോകും. അത് വേറെ ആര് വന്നാലും കുഴപ്പമില്ല. പിന്നെ എന്താ അന്ന് ആലോചിച്ച് നോക്കൂ, ഈ ആദിത്യ ബിർള എന്ന് പറഞ്ഞൊരു വലിയ വ്യവസായിയുണ്ട്, ബിർളയുടെ GD ബിർളയുടെ മകൻ്റെ മകൻ. GD ബിർളയുടെ മകനാണ് ബസന്ത് കുമാർ ബിർള. ബസന്ത് കുമാർ ബിർളയുടെ മകനാണ് ആദിത്യ വിക്രം ബിർള. അദ്ദേഹം തന്നെ ഈ ഗ്രസീം ഷൂട്ടിങ്സ്, ഗോളിയർ റാൻസ് എന്നൊക്കെ പറഞ്ഞ കമ്പനികളൊക്കെ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് കൽക്കത്തയിലായിരുന്നു. ഒരു തൊഴിൽ സമരത്തിൻ്റെ പേരിൽ വളരെ സോഫ്റ്റ് സ്പോക്കൺ ആയിട്ടുള്ള, വളരെ മാന്യനായിട്ടുള്ള, ഇവിടെ നിന്നിട്ട് അങ്ങേ അറ്റം വരെ പാദത്തിൻ്റെ വിരൽ വരെ കുലീനത്വമുള്ള ആദിത്യ വിക്രം ബിർളേനെ ബംഗാളിലെ മാർക്സിസ്റ്റുകാരും ഗുണ്ടകൾ ചേർത്ത് അടിച്ച് പഞ്ചറാക്കി പരിക്കേൽപ്പിച്ച് അവിടുത്തെ ഓടിച്ചു വിട്ടു. പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യാൻ പോലും തയ്യാറായിരുന്നില്ല. അങ്ങനെയാണ് അദ്ദേഹം ഹെഡ് ക്വാർട്ടേഴ്സ് ബോംബെയിലേക്ക് മാറിയത്. കാലക്രമേണ അത് അധികം ഒരു 50 വയസ്സായപ്പോഴത്തേക്ക് അദ്ദേഹം മരിച്ചുപോയി. എന്തോ അസുഖം വന്നിട്ട് മരിച്ചുപോയി. പക്ഷെ വളരെ ട്രാജഡി ആയിരുന്നു അത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇൻഡസ്ട്രിയലിസ്റ്റിൻ്റെ കൊച്ചുമകൻ, GD ബിർളയുടെ കൊച്ചുമകൻ. ഇപ്പോൾ ആദിത്യ ബിർളയുടെ മകൻ കുമാർ മംഗലം ബിർളയാണ് ആ ഗ്രൂപ്പിൻ്റെ ചെയർമാൻ. മേ ബി ഒരു 60 വയസ്സ് പ്രായം ഉണ്ടാവും അയാൾക്ക്. സാർ, അതായത് കോൺഗ്രസ് ഭരിച്ചിരുന്ന ബംഗാൾ അതിനുശേഷം CPM-ൻ്റെ കമ്മ്യൂണിസ്റ്റുകളുടെ കയ്യിലേക്ക് എത്തുന്നു. കമ്മ്യൂണിസ്റ്റുകളുടെ കയ്യിൽ വർഷങ്ങളോളം ഇരുന്ന ബംഗാൾ പിന്നീട് ഇപ്പോൾ മമതാ ബാനർജി കഴിഞ്ഞ 15 വർഷമായിട്ട് ഭരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോഴെല്ലാം അവസ്ഥ എന്ന് പറഞ്ഞാൽ എനിക്ക് പലപ്പോഴും താരതമ്യം ചെയ്യാൻ തോന്നിയിട്ടുള്ള ഈ ബംഗാളികളുടെ ജീവിതം അഫ്ഗാനികളുമായിട്ടാണ്.
ഉം. അഫ്ഗാനികൾ പണ്ട് ബ്രിട്ടീഷ് ഭരണകാലത്തും ദയനീയ ദുരന്തമായിരുന്നു അവരുടെ ജീവിതം. ഉം. അത് കഴിഞ്ഞിട്ട് അവരുടെ രാജഭരണം വന്നു, അപ്പോഴും ദുരന്തമായിരുന്നു. അത് കഴിഞ്ഞിട്ട് സോവിയറ്റ് യൂണിയൻ വന്നു, അപ്പോഴും ദുരന്തമായിരുന്നു. ഉം. അത് കഴിഞ്ഞിട്ട് അമേരിക്കക്കാർ ഭരിച്ചു, അമേരിക്കൻ പട്ടാളം ഭരിച്ചു, അപ്പോഴും ദുരന്തമായിരുന്നു. ഇപ്പോൾ താലിബാൻ ഭരിക്കുന്നു, ഇപ്പോഴും ദുരന്തം. ഈ ദുരന്തത്തിൽ നിന്ന് അവർക്ക് മോചനം കിട്ടണമെങ്കിൽ അവിടെ ജനാധിപത്യം വരണം, മര്യാദയ്ക്ക് ഒരു സർക്കാർ വരണം. ബംഗാളിൻ്റെ അവസ്ഥ ഇതുപോലെ, കോൺഗ്രസ് ഭരിച്ചു, ഇന്നും കൽക്കട്ട ഓൾഡ് സിറ്റി ആയിട്ട് നിലനിൽക്കുന്നു. ദാരിദ്ര്യം, വേശ്യാലയങ്ങൾ, വിദ്യാഭ്യാസമില്ലായ്മ, ദരിദ്രമായ നഗരങ്ങൾ, ഈ പറയുന്ന മാലിന്യ കൂമ്പാരങ്ങളായിട്ട് മാറുന്ന നഗരപ്രാന്തങ്ങൾ. ഇത് കഴിഞ്ഞിട്ട് ഈ പറയുന്ന കൊൽക്കത്ത എന്ന് പറയുന്ന പ്രധാനപ്പെട്ട നഗരം പോലും ഒന്നുമല്ലാതായി. ഇന്ത്യയുടെ ഏറ്റവും സാറിന് ആലോചിച്ച് നോക്കൂ, ബ്രിട്ടീഷുകാർ വരുമ്പോൾ ആദ്യം അവർ തിരഞ്ഞെടുക്കുന്ന സിറ്റി ആയിരുന്നു, അവരുടെ തലസ്ഥാനമായിരുന്നു, ക്യാപിറ്റലായിരുന്നു. ആ സിറ്റി നശിച്ച് നാറാണക്കല്ല് പിടിച്ചു. അതേസമയം ബോംബെ അവർ തിരഞ്ഞെടുത്തതാണ്. ബോംബെ എന്ത് വളർന്നു, വലിയ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കും, ഇപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ കൽക്കട്ട ഇപ്പോഴും ഈ അവസ്ഥയിൽ BJP അധികാരത്തിൽ വന്നാൽ എനിക്ക് തോന്നുന്നില്ല ഒരു 10 വർഷം കഴിഞ്ഞിട്ടേ അവിടെ എന്തെങ്കിലും ഒരു ചെറിയ മാറ്റമെങ്കിലും സംഭവിക്കാൻ സാധ്യതയുള്ളൂ. കാരണം അത്രയേറെ ജീർണിച്ചിരിക്കുകയാണ് ആ സംസ്ഥാനം. ഒരു സംശയമില്ല, വളരെ ബുദ്ധിമുട്ടായിരിക്കും BJP അധികാരത്തിൽ വന്നാലും ബംഗാളിന് 5 വർഷം കൊണ്ടൊന്നും നേർവഴിക്ക് മാറ്റവും നയിക്കാൻ വരില്ല. ബംഗാളിൻ്റെ BJPക്കാർക്ക് പറ്റില്ല. അത് ഒരു ദുരന്തം, ഒരു നരകമായിട്ട് മാറിയിരിക്കുകയാണ്. അതെ. ആ നരകത്തിൽ നിന്ന് രക്ഷ കിട്ടണം എന്നുണ്ടെങ്കിൽ കുറേ അധികം പേര് ചത്തുപോകണം, നേതാക്കന്മാർ, കോൺഗ്രസിൻ്റെ അതല്ലെങ്കിൽ TMCയുടെയും കാരണം അവർക്ക് ആഗ്രഹമുള്ളത് ഈ ബംഗാള് ദാരിദ്ര്യത്തിൻ്റെയും അതുപോലെ അനാരോഗ്യത്തിൻ്റെയും നിരക്ഷരതയുടെയും കേന്ദ്രമായിട്ട് എന്നേക്കുമായി തുടരണം എന്നുള്ളതാണ് അവരുടെ ആഗ്രഹം. കാരണം എന്താണെന്നറിയില്ലേ, ഇവരുടെ അപ്രമാദിത്വം ആരും ചോദ്യം ചെയ്യരുത്. അതെ. ഈ ഡൽഹിയിൽ ഉള്ള രാജകുടുംബം ഉണ്ടല്ലോ, കെട്ടിളമ്മയും 2 മക്കളും, അവരുടെ അപ്രമാദിത്യവും അതുപോലെ CPI-Mൻ്റെ അപ്രമാദിത്യവും അതുപോലെ മമതാ ബാനർജിയുടെ അപ്രമാദിത്വം ആർക്കും ചോദ്യം ചെയ്തത്. അവർക്ക് മാത്രം, അവരുടെ വീട്ടുകാർക്കും അവരുടെ ബന്ധുക്കൾക്കും മാത്രമാണ് ഈ സംസ്ഥാനം കൊണ്ട് പ്രയോജനമുണ്ടാവാൻ പാടുള്ളൂ. വേറെ ആരും അവരുടെ അധികാരത്തെ ചോദ്യം ചെയ്യാനോ അവരുടെ പദവിയെ ചോദ്യം ചെയ്യാനോ ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ് അവരുടെ ആഗ്രഹം. അതുകൊണ്ടാണ് അവർ എന്നും പെർപെച്വൽ അല്ലെങ്കിൽ എറ്റേർണൽ പോവർട്ടി എന്ന് പറയും, അവസാനിക്കാത്ത പവേർട്ടി, പെർപെച്വൽ പവേർട്ടി എന്നും ഇങ്ങനെ എന്താ പറയുക, നിരന്തരം തുടർന്നുകൊണ്ടേയിരിക്കും. ഇതുവരെ കഴിഞ്ഞ സ്വാതന്ത്ര്യം കിട്ടിയിട്ട് 47 അവർ ഭരണം തുടങ്ങിയിട്ട് 47 ഇതുവരെ കൽക്കത്തയിലെ ബംഗാളിലെ വെള്ളപ്പൊക്കം നിയന്ത്രിക്കാനായിട്ട് അവർക്ക് സാധിച്ചിട്ടില്ല. ഇത് അത്ര വലിയ ഒരു എന്താ വൻ ടെക്നോളജിയുടെ ഒന്നും ആവശ്യമില്ല. കുറച്ച് പ്രാഗ്മാറ്റിക് അയച്ചാൽ മതി, കുറച്ച് പ്രാക്ടിക്കൽ ആക്കിച്ചാൽ മതി. ഈ സർപ്ലസ് വെള്ളം ഹിമാലയത്തിൽ നിന്നും ബ്രഹ്മപുത്ര വഴി ഒഴുകി വരുന്ന വെള്ളം, അതിൽ വെള്ളം പൊങ്ങുമ്പോൾ ആ വെള്ളം ഒരു നെറ്റ്വർക്ക് ഓഫ് കനാൽ അതുപയോഗിച്ച് ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിലേക്ക് ജലം ക്ഷാമമുള്ള സ്ഥലങ്ങളിലേക്ക് തിരിച്ചു വിട്ടാൽ പരിഹരിക്കാവുന്ന പ്രശ്നമേ ഉള്ളൂ. അത് ചെയ്യില്ല. കാരണം അത് എന്താ കാരണം എന്നറിയാമോ? ഈ വെള്ളപ്പൊക്ക നിവാരണ ഫണ്ട് എന്ന് പറഞ്ഞ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഫണ്ടുണ്ട്. അത് മുഴുവൻ ഈ രാഷ്ട്രീയക്കാർക്ക് എടുത്ത് പന്ത് ആടാനായിട്ടുള്ളതാണ്, അവരുടെ വീട്ടിൽ കൊണ്ടുവയ്ക്കാനായിട്ടുള്ള കാശാണ്. അപ്പോൾ ഇത് ഈ വെള്ളപ്പൊക്കം പരിഹരിച്ചാൽ, നിരക്ഷരത പരിഹരിച്ചാൽ, അതല്ലെങ്കിൽ ദാരിദ്ര്യം പരിഹരിച്ചാൽ ഇവർക്ക് കിട്ടേണ്ടുന്ന വക കിട്ടാതെ വരും. അതാണ് കാര്യം. അതുകൊണ്ടാണ് ഇപ്പോൾ സഹികെട്ടിട്ടാണ് ഈ BJP നേതൃത്വം ഇത്രമാത്രം വാശിയോടുകൂടി ഈ തെരഞ്ഞെടുപ്പിൽ ജയിക്കണം എന്നുള്ള ഒറ്റ വാശിയോടുകൂടി അവർ രംഗത്തിറങ്ങിയിരിക്കുന്നത്. തീർച്ചയായും അമിത്ഷാ അത് തന്നെയാണ് ലക്ഷ്യം വെച്ചിരിക്കുന്നത്. അതെ.